പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, വചനം ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. വചനം ചുരുൾ നിവർത്തുമ്പോൾ പ്രകാശം വിതറുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നോടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമ്മുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവായ ദൈവം തന്റെ ദൈവമക്കൾക്ക് വഴികാട്ടിയാകുന്നു. വഴിയും സത്യവും ജീവനുമായ വചനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ ഏതു ജീവിത സാഹചര്യങ്ങളിലും ദൈവവചനമെടുത്ത് വായിച്ചാൽ അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതായി കേൾക്കുവാൻ കഴിയും. എന്നാൽ നമ്മിൽ പലരും ദൈവവചനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നതായി കേൾക്കുവാനും തയ്യാറാകുന്നില്ല. ദൈവവചനത്തിലൂടെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. തന്റെ വചനം പാലിക്കുന്നവർക്ക് യേശു സ്വർഗ്ഗരാജ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിന്റെ വെളിച്ചവും വഴികാട്ടിയുമാണ്. ഇത് വിശ്വസിച്ച് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അസാധ്യമെന്ന് കരുതി എത്രയോ കാര്യങ്ങൾ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. വചനം എഴുതിയ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ നമുക്കിടയിൽ അനേകമുണ്ട്. വഴിമുട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവവചനത്തെ ആശ്രയിച്ചാൽ ഒരു മാർഗം തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. എന്നും അല്പനേരം വചനം വായിക്കുവാൻ നിത്യജീവിതത്തിൽ നാം ശ്രമിക്കണം. ഓർമ്മശക്തി കുറഞ്ഞവരും പഠിച്ചത് കിട്ടുന്നില്ലെന്ന് പറയുന്ന കുട്ടികളെയും വചന മനഃപ്പാഠമാർഗമായി ശീലിപ്പിച്ചാൽ അത്ഭുതകരമായ മാറ്റം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം ജീവിതത്തിൽ വഴികാട്ടിയാകുന്ന നിരവധി സന്ദർഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താം. ജോഷിയായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ജോഷിയായോട് പറയുന്നുണ്ട്: ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അത് നീ രാപ്പകൽ ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്താൽ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പഴയ നിയമ ജനതയെ നയിച്ച ദൈവം തന്റെ തിരുവചനങ്ങൾ പ്രവാചകരുടെയും ന്യായാധിപന്മാരുടെയും കാര്യങ്ങളിൽ നിക്ഷേപിച്ചു. അവരറിയിച്ച ദൈവവചനം ജനത അനുസരിച്ചു. ദൈവം വഴി നടത്തിയ വിശുദ്ധ ജനം കാനാൻ ദേശത്ത് പ്രവേശിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഭൂമിയിലെ കടൽ തീർത്ത മൾത്തരികൾ പോലെ വർദ്ധിപ്പിച്ച് വ്യാപിക്കുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെയാണ്. എന്നാൽ പുതിയ നിയമത്തിലെത്തുമ്പോൾ ഈശോ ഈ വചനത്തിന്റെ ശക്തി എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സജീവവും ഊർജ്ജസ്വലവുമായ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ചേതനയിലും ആത്മാവിലും തുളച്ചുകയറിയ ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് എബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. മനുഷ്യകുലത്തെ സംബന്ധിച്ച് തന്റെ തിരുഹിതമാണ് ദൈവം വചനത്തിലൂടെ നൽകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നന്മയിലൂടെ വഴി നടത്തുന്ന വചനം അവരുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. ദൈവവചനത്തിന് ആമേൻ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം ഈശോയ്ക്ക് ജന്മം നൽകി സഹരക്ഷകയായി മാറി. വിശുദ്ധ ഔസേപ്പ് പിതാവ് സ്വപ്നത്തിലൂടെ കേട്ട വചനം സ്വീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ദൈവപുത്രന്റെ രക്ഷകനായി മാറി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിനുള്ള സ്ഥാനം എന്തെന്ന് 2-ാം ഈശോ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് പഠിപ്പിക്കുന്നു. ഇന്ന് വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഏറെ മാർഗങ്ങളുണ്ട്. വചനത്തോടുള്ള നമ്മുടെ താല്പര്യവും ദാഹവും എത്രത്തോളം ഉണ്ടെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വഴിയും സത്യവും ജീവനുമായ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.